ഏവർക്കും നമസ്കാരം. മാർച്ച് മാസം 15-ാം തീയതി ശനിയാഴ്ച മുതൽ ഏപ്രിൽ മാസം 13-ാം തീയതി ഞായറാഴ്ച വരെയും നീളുന്ന മീനമാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത്. ഈ മാസത്തെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് മാർച്ച് മാസം 29-ാം തീയതി നടക്കുന്ന ശനിയുടെ രാശിമാറ്റമാണ്. കഴിഞ്ഞ 2.5 വർഷമായി കുംഭരാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശനി അന്നേ ദിനം വ്യാഴക്ഷേത്രമായ മീനത്തിലേക്ക് പ്രവേശിക്കും. തുടർന്ന് ഇനി ഒരു 2.5 വർഷക്കാലം ശനി മീനത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും. ഈ രാശിമാറ്റം ചില രാശിക്കാർക്ക് ശുഭകരമായ കാലഘട്ടത്തിന് ആരംഭം കുറിക്കുകയാണ് എങ്കിൽ ചില രാശിക്കാർക്ക് പ്രതികൂലമായ കാലത്തിൻ്റെ തുടക്കവും ആകുന്നു. മറ്റ് ഗ്രഹങ്ങളുടെ സഞ്ചാരം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. സൂര്യൻ മാർച്ച് മാസം 15-ാം തീയതി മുതൽ ഏപ്രിൽ 13 വരെയും മീനം രാശിയിൽ സഞ്ചരിക്കുന്നു. ചൊവ്വ അഥവാ കുജൻ ഏപ്രിൽ 2-ാം തീയതി വരെയും മിഥുനം രാശിയിലും തുടർന്ന് 3-ാം തീയതി മുതൽ നീചരാശിയായ കർക്കിടകത്തിലും സഞ്ചരിക്കുന്നു. ബുധൻ ഈ മാസം മുഴുവനും തൻ്റെ നീചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു. വ്യാഴം ഇടവരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു. ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു. ശനി മാർച്ച് 28 വരെയും കുംഭത്തിലും തുടർന്ന് 29-ാം തീയതി മുതൽ മീനത്തിലും സഞ്ചരിക്കുന്നു. രാഹുകേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു. അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി ഇന്ന് നമുക്ക് കന്നിക്കൂറുകാരുടെ മാസഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് പരിശോധിക്കാം. ഉത്തരം മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. കന്നിക്കൂറുകാരുടെ 7-ാം ഭാവത്തിലാണ് സൂര്യൻ ഈ മാസം സഞ്ചരിക്കുക. കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന 7-ാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ദോഷകരമായ ഫലങ്ങളെ നൽകാം. പ്രധാനമായും ശാരീരികമായ ക്ലേശങ്ങൾ, രോഗദുരിതങ്ങൾ, ടെൻഷൻ എന്നിവയെ സൃഷ്ടിക്കാം. കൂടാതെ ജീവിത പങ്കാളിക്ക് രോഗം, ജീവിത പങ്കാളിയുമായി അസ്വാരസ്യങ്ങൾ എന്നിവയ്ക്കും 7-ൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ കാരണമാകാം. കൂടാതെ കർമ്മവിഘ്നം, കാലതാമസം, കാര്യപരാജയം എന്നിവയും സൂര്യൻ പ്രതികൂലനായി 7-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ചേരാം. കൂടാതെ സൂര്യൻ കന്നിക്കൂറുകാരുടെ 12-ാം ഭാവാധിപൻ കൂടിയാകുന്നു. 12-ാം ഭാവാധിപൻ അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് അപ്രതീക്ഷിതമായ ചെലവുകൾ, രോഗദുരിതങ്ങൾ, അലച്ചിലുകൾ, ധനനഷ്ടം എന്നിവയെ സൃഷ്ടിക്കാം. കന്നിക്കൂറുകാരുടെ രാശ്യാധിപനായ ബുധനും ഈ മാസം ഈ കൂറുകാരുടെ 7-ാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക. 7-ാം ഭാവം എന്നത് ബുധൻ്റെയും അനിഷ്ടഭാവം ആകുന്നു. 7-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് കുടുംബത്തിൽ ഒരു സുഖക്കുറവ്, അഭിപ്രായ ഭിന്നതകൾ, ദമ്പതികൾ തമ്മിൽ മാനസികമായ ഒരു അകൽച്ച എന്നിവയ്ക്ക് വഴിവെക്കാം. എന്നാൽ നിലവിൽ നീചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്ന ബുധന് മാർച്ച് മാസം 15-ാം തീയതി മുതൽ വക്രഗതി പ്രാപിക്കുന്നു എന്നതിനാൽ ബുധൻ്റെ ദോഷങ്ങൾ ഈ കൂറുകാരെ അലട്ടില്ല. നീചനായി സഞ്ചരിക്കുന്ന ഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ നീചഭംഗം വന്ന് ദോഷങ്ങൾ അകലുന്നു. ചൊവ്വ ഈ കൂറുകാരുടെ 10, 11 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. ഈ 2 ഭാവങ്ങളും ചൊവ്വയുടെ ഇഷ്ടഭാവങ്ങളാകയാൽ ചൊവ്വ ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു. 10-ാം ഭാവം എന്നത് കർമ്മഭാവം എന്ന് അറിയപ്പെടുന്നു. ഔദ്യോഗിക മേഖല, ബിസിനസ് എന്നിവയെയും ഈ ഭാവം കുറിക്കുന്നു. 10-ലെ ചൊവ്വ ഗുണവും ദോഷങ്ങളും സമ്മിശ്രമായി നൽകാം. കർമ്മരംഗത്ത് ചില പ്രതിസന്ധികൾ രൂപപ്പെടാം. എന്നാൽ അവയെ എല്ലാം കഠിനമായ നിശ്ചയദാർഢ്യത്തോടുകൂടി നേരിട്ട് വിജയം കൈവരിക്കുകയും ചെയ്യും. വെല്ലുവിളികളെ പോരാട്ട വീര്യത്താൽ നേരിടുന്നതാണ്. സർവാഭീഷ്ടസ്ഥാനം, ധനാഗമങ്ങളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന 11-ാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങൾ, നേട്ടങ്ങൾ എന്നിവയെ നൽകുകയും ചെയ്യും. സാമ്പത്തികമായ പുരോഗതി, ധനാഗമം, അഭീഷ്ടസിദ്ധി എന്നിവ ഫലത്തിൽ വരുന്നതാണ്. ഔദ്യോഗികപരമായും ഇവർക്ക് ഏറെ പുരോഗതി, സ്ഥാനമാനങ്ങൾ, അംഗീകാരം, സംതൃപ്തി എന്നിവ ഉണ്ടാകും. ബിസിനസ് മേഖലയിലുള്ളവർക്കും ഏറ്റവും അനുകൂലമായ സമയമാണ് ഇത്. വിദ്യാഭ്യാസം, പഠനം, ഉപരിപഠനം എന്നിവയിലും മികച്ച പ്രകടനം, തിളക്കമാർന്ന വിജയം എന്നിവ കൈവരിക്കും. വാഹനലാഭം, ഭൂമിലാഭം, ഗൃഹലാഭം എന്നിവയും ഈ സമയത്ത് വന്നു ചേരാവുന്ന നേട്ടങ്ങൾ ആകുന്നു. ഭൂമി ക്രയവിക്രയങ്ങൾ, ധനനിക്ഷേപം എന്നിവയ്ക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ഇത്. കുടുംബത്തിലും ഈ സമയത്ത് സൗഖ്യം, സമാധാനം, ക്ഷേമം, ഐക്യം എന്നിവ ഉണ്ടാകും. വ്യാഴം ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഭാഗ്യഭാവമായ 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. 9-ാം ഭാവം ഭാഗ്യം, ഈശ്വരകടാക്ഷം, പിതൃപുണ്യം, ഗുരുകടാക്ഷം എന്നിവയെ എല്ലാം കുറിക്കുന്നു. ഭാഗ്യവർദ്ധനവ്, ഈശ്വരകടാക്ഷം, പിതൃപുണ്യം എന്നിവയെല്ലാം ഇവർക്ക് അനുഭവപ്പെടുന്നു. കാര്യവിജയം, ശാരീരിക മാനസിക സൗഖ്യം എന്നിവയും വ്യാഴം ഭാഗ്യഭാവമായ 9-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നുചേരുന്ന ഗുണാനുഭവങ്ങൾ ആണ്. ശുക്രൻ ഈ മാസം ഈ കൂറുകാരുടെ 7-ാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക.
പൊതുവെ കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന 7-ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ, അവിശ്വാസം, തർക്കങ്ങൾ, വിരഹം എന്നിവയെ എല്ലാം വരുത്താറുണ്ട്. എന്നാൽ ഉച്ചനായ ശുക്രൻ 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ അത് യോഗബലങ്ങളെ നൽകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ദോഷങ്ങൾ എല്ലാം അകന്ന് സാമ്പത്തികമായി ഉയർച്ച, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ വളർച്ച, ലാഭം, ജീവിത പങ്കാളിയുമായി നല്ല ബന്ധം, ജീവിത പങ്കാളിക്ക് ഭാഗ്യം, അതുമൂലം ധനാഗമം എന്നിവയെല്ലാം ശുക്രൻ നൽകും. കുടുംബത്തിൽ വിവാഹാലോചനകൾ, വിവാഹം തുടങ്ങിയ ശുഭകരവും മംഗളപരവുമായ കർമ്മങ്ങൾ നടക്കുന്നതാണ്. ഗ്രഹങ്ങളിൽ പ്രബലനായ ശനി ഈ കൂറുകാർക്ക് ഏറെ അനുകൂലനായി 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. രോഗം, ശത്രുക്കൾ, കടങ്ങൾ, അലച്ചിൽ എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്നതിനാൽ ഈ 6-ാം ഭാവം അറിയപ്പെടുന്നത് അനിഷ്ടഭാവം എന്നാണ്. എന്നാൽ ഈ അനിഷ്ടഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുമ്പോൾ ഈ എല്ലാ അനിഷ്ടതകളെയും രോഗാരിഷ്ടതകളെയും ശനി നിശേഷം നീക്കുന്നു. തൽഫലമായി രോഗശാന്തി, ശത്രുനാശം, കടങ്ങളിൽ നിന്നും മുക്തി, സാമ്പത്തികമായ അഭിവൃദ്ധി, കാര്യവിജയം, ഉണർവ്, ഓജസ് എന്നിവയെല്ലാം ശനി നൽകുന്നു. എന്നാൽ മാർച്ച് മാസം 29-ാം തീയതി ശനി ഈ കൂറുകാരുടെ 7-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവർക്ക് കണ്ടക ശനിക്കാലം ആരംഭിക്കുന്നു. 7-ലെ ശനി കുടുംബത്തിൽ വിശേഷിച്ചും ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ, കലഹം, രോഗദുരിതങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയ്ക്ക് വഴി വയ്ക്കാം. അതുകൊണ്ട് തന്നെ ഒരു കരുതലും ശ്രദ്ധയും ഇവർ വരുന്ന കാലത്ത് പുലർത്തേണ്ടതാണ്. അപ്പോൾ കന്നിക്കൂറുകാർക്ക് ചൊവ്വ, വ്യാഴം, ശുക്രൻ എന്നിവർ ഏറ്റവും അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു. ശനിയും ബുധനും ഭാഗികമായി ശുഭകരമായ ഫലങ്ങളെയും നൽകുന്നു. സൂര്യൻ ഈ മാസം പ്രതികൂലനായും ഭവിക്കുന്നു. ഗ്രഹങ്ങളുടെ ആനുകൂല്യം നിമിത്തം കന്നിക്കൂറുകാർക്ക് ഈ മാസം ശുഭകരമായ ഒരു മാസമായിരിക്കും. കണ്ടകശനി ദുരിതങ്ങൾ ഏവർക്കും ഒരുപോലെ ദോഷങ്ങളെ നൽകണമെന്നില്ല. ശനി സർവേശ്വരകാരകനും മിത്രവുമായ വ്യാഴക്ഷേത്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശനി അത്ര കഠിനമായ ദുരിതങ്ങളെ നൽകുന്നതല്ല. മാത്രമല്ല ഓരോ ഗ്രഹനിലയിലും ഉള്ള ശനിയുടെ ക്ഷേത്രബലം, ഭാവബലം, ശുഭപാപയോഗങ്ങൾ എന്നിവ കൂടി കണക്കിൽ എടുക്കുമ്പോഴാണ് ശനി ഒരു വ്യക്തിക്ക് എത്രത്തോളം അനുകൂലനാകുന്നു അല്ലെങ്കിൽ പ്രതികൂലനാകുന്നു എന്നെല്ലാം മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതിനനുസരിച്ച് ദോഷഫലങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകൾ വരികയും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ഈശ്വരാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.